കൊച്ചുകുട്ടികളായി മാറും. കൊച്ചുകുട്ടികളായി മാറിപ്പോകും. ഞാൻ ഈ സൺ സിറ്റിയുടെ റൂളറായി മാറും. വീടില്ല ഞാൻ. സംഗീ സ്പൈഡി അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഇതുപോലെയുള്ള നെറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെന്നെങ്ങനെ ഓടിപ്പിച്ച് ഞാനാകെ അവശനായി പോയി. എന്റെ ടോട്ടൽ എനർജിയും ഡൗൺ ആയി പോയി. എനർജിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഞാനൊരു എനർജി ബാർ കഴിക്കാൻ പോവാ. ഞാനിപ്പോ ഒരുപാട് 4 and 6s അടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരുപാട് എനർജി എനിക്ക് ആവശ്യമുണ്ട്. ഇതെനിക്ക് വേണം. മറ്റുള്ളവരുടെ സാധനം തട്ടിപ്പറിക്കുന്നതിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മോഷണം. ഇതിന്റെ പേര് മോഷണമൊന്നും അല്ല, തട്ടിപ്പറിക്കുന്നു എന്ന് പറയും. ടോണി എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. ബോൾ തട്ടിയതുകൊണ്ട് ചോക്ലേറ്റ് എയറിൽ ഫ്ലൈ ചെയ്തു പോയി. ഇനി ടോണി ബോസിന്റെ ഓപ്ഷൻ ക്രൈ ക്രൈ ക്രൈ. ഈ ടോണിയോട് ഞാൻ കളിച്ചാലുണ്ടല്ലോ. ഇപ്പൊ നിനക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനം എന്താണെന്നറിയാമോ? അത് 2 വാക്കിൽ പറയണമെങ്കിൽ കാം ഡൗൺ. ആ സ്ഥലത്ത് ഞങ്ങളൊരു വ്യത്യസ്തമായ ഒരു സ്പൈഡറിനെ കണ്ടു. ഒരു ചെറിയ സ്പൈഡറിനെ കണ്ടാണോ നീ ഇങ്ങനെ പേടിച്ചോടി വന്ന? ഷേം ഷേം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാന്ന്. എന്റെ ദൈവമേ, ഈ ചിലന്തികൾ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ നെറ്റിന്റെ വീക്ക്നെസ് പോയിന്റുകൾ അതിന്റെ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ്. ഞാൻ ഈ നെറ്റിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ഈ കാണുന്ന കണക്റ്റിംഗ് പോയിന്റ്സിൽ അറ്റാക്ക് ചെയ്യണം. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. കിക്കോ, പ്ലീസ് ഹെൽപ്പ്. ഞങ്ങൾ ഈ സ്പൈഡേഴ്സിന്റെ നടുക്ക് ശരിക്കും കുടുങ്ങിപ്പോയി നിൽക്കുക.
കീക്കോ നമ്മളെ സഹായിക്കാതെ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളത് വരെ ഈ സ്പൈഡേഴ്സ് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഇതെല്ലാം മെക്കാനിക്കൽ സ്പൈഡേഴ്സ് ആണ്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ സ്പൈഡറിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ആ സ്പൈഡേഴ്സ് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുക. മൾട്ടിപ്ലൈ? ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കീക്കോ? ഫോർമുല നമ്പർ 721 ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റിംഗ് ഫോർമുല 721. ഇനി നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സേഫാ. ഇതെല്ലാം ഏതുതരം സ്പൈഡേഴ്സ് ആണ് കീക്കോ? ഇതിനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. തകർന്നു പോയി. എന്റെ പ്ലാൻ എല്ലാം തകർന്ന് നാശമായി പോയി. എന്റെ ബേബി സ്പൈഡീസ് നടു റോഡിൽ ചത്തു കിടക്കുകയാണ്. വിടില്ല ഞാൻ. സൺകീ സ്പൈഡീസിന്റെ ബേബി സ്പൈഡീസിനെ ആരാ ഇങ്ങനെ കൊന്നത്? ഇനി നോക്കിക്കോ സൺകീ സ്പൈഡീസ്, നിങ്ങളെ എല്ലാവരെയും ടോട്ടലി നശിപ്പിക്കാൻ പോവുകയാണ്. വിടില്ല ഞാൻ. Get ready for action, baby Spidey. Action is about begin. വീടില്ല ഞാൻ. ആ മെക്കാനിക്കൽ സ്പൈഡറിനെ കണ്ട് പേടിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സ്പൈഡർ കാർ, ഇതാണ് നമ്മൾ കളി തുടങ്ങേണ്ട സമയം. വീടില്ല ഞാൻ. ഇതൊക്കെ ഏത് തരം സ്പൈഡേഴ്സ് ആണ്? അത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മെക്കാനിക്കൽ സ്പൈഡേഴ്സാ. ഞാനിപ്പോ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തു. എനിക്കറിയാം ആരോ എന്തോ ചതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ മെക്കാനിക്കൽ സ്പൈഡേഴ്സിനെ സൺസിറ്റിയിലേക്ക് അയച്ചിരിക്കുന്നത്. അയ്യോ അമ്മേ, ആരെങ്കിലും ഇങ്ങനെ ചതി ചെയ്ത് മെക്കാനിക്കൽ സ്പൈഡേഴ്സിനെ നമ്മുടെ സിറ്റിയിലേക്ക് എന്തിനാ അയച്ചത്? ജനങ്ങളെല്ലാരും ഭയങ്കര ടെൻഷനിലാ. എലിയോടും ടിക് 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 ടിക്, കാക്ക പറക്കും ഫിഷ് ഫിഷ് ഫിഷ്, കാക്ക എലിയെയും എലി കാക്കയെയും ഭം ഭം ഫിഷ്.
സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടെ ഉള്ളതുവരെ സൺ സിറ്റിയിലുള്ള ആരും പേടിച്ച് വിറയ്ക്കേണ്ട കാര്യമില്ലെന്നാ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളതുവരെ ഈ സ്പൈഡേഴ്സ് സൺസിറ്റിയെ ഒന്നും ചെയ്യില്ല, ഉറപ്പാണ്. കാരണം ഞാൻ സ്പൈഡേഴ്സിന്റെ എക്സ്പേർട്ട് ആണ്. സ്പൈഡേഴ്സിന്റെ എക്സ്പെർട്ട് ആണെന്നോ? അങ്ങനെ എന്താ ചെയ്തത് മേയർ അങ്കിൾ? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ സ്പൈഡേഴ്സ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് ചവിട്ടി പന്തടക്കളഞ്ഞു. അവസാനം അത് അതിന്റെ എല്ലാ വെബ്സും ഫ്രീ ആയിട്ട് തന്നേ. പിന്നെ ഞാൻ ആ വെബ്സിനെ നൂല് വിൽക്കുന്നത് പോലെ യൂസ് ചെയ്ത് ഒരുപാട് തുണികളൊക്കെ റെഡിയാക്കി. പിന്നെ ആ തുണികളും വലകളും വിറ്റ് ഞാൻ ഈ കാണുന്ന സ്റ്റാച്യു ഓഫ് സൺസിറ്റി റെഡിയാക്കി. എന്താ അതൊക്കെ പോസിബിൾ ആണോ? അല്ല പിന്നെ, ഞാനിത് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇപ്പൊ എന്റെ തലയിൽ കേറിട്ട് വീഴട്ടെ. എന്റെ ഈ തലയിൽ കേരറ്റ് എവിടുന്നാണ് വന്ന് വീണത്? ടെൻഷൻ കാരണം ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഉടൻ തന്നെ ഞാൻ ഈ ക്യാരറ്റ് കഴിച്ചേ പറ്റൂ. ഇതുപോലുള്ള ക്യാരറ്റ് കഴിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. എനിക്കിപ്പോ ചോക്ലേറ്റ് വേണം. എന്റെ ദൈവമേ, പെട്ടെന്ന് മേറങ്ങളിൽ എന്താ പറ്റിയത്? അല്ല, ഈ മെക്കാനിക്കൽ സ്പൈഡേഴ്സ് എവിടുന്നാ വന്നത്? എല്ലാവരെയും ഞാൻ കൊച്ചുകുട്ടികളാക്കി മാറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ബേബി സ്പൈഡീസ് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൊച്ചുകുട്ടികളാകും. എന്റെ പേര് സങ്കി സ്പൈഡി. വീടില്ല ഞാൻ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സങ്കി സ്പൈഡി? എനിക്ക് സൺ സിറ്റി മൊത്തം ഭരിക്കണം. ഞാനിത് ഈ ബേബി സ്പൈഡീസിനെ യൂസ് ചെയ്ത് സൺ സിറ്റിയിലുള്ള ഓരോരുത്തരുടെയും ബ്രെയിനിനെ അറ്റാക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഞാൻ കൊച്ചുകുട്ടികളാക്കും. ദേ ഇത്ര പോന്ന കുട്ടികൾ. പിന്നീട് അവരുടെ എല്ലാവരുടെയും സ്ഥിതി എന്താകുമെന്ന് അറിയാമോ? അവരുടെ എല്ലാവരുടെ ബ്രെയിനും ഈ സങ്കി സ്പൈഡിയുടെ കയ്യിലായിരിക്കും. അങ്ങനെ ഈ സങ്കി സ്പൈഡി തന്റെ ബ്രെയിൻ യൂസ് ചെയ്ത് സൺ സിറ്റിയിലെ ഭരിക്കുന്ന രാജാവായി മാറും. വീടില്ല ഞാൻ. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആരാ എന്നെ തടഞ്ഞു നിർത്താൻ പോകുന്നേ? എന്നെ ആര് തടയും? ഞാൻ തടയും. ഓ ബേബി സ്പൈഡീസ്, നമ്മുടെ ആക്ഷൻ തുടങ്ങേണ്ട സമയമാണിത്. വീടില്ല ഞാൻ. ഇതേപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ഓരോരുത്തരും കൊച്ചുകുട്ടികളായി മാറും. കൊച്ചുകുട്ടികളായി മാറിപ്പോകും. ഞാൻ ഈ സൺ സിറ്റിയുടെ റൂളറായി മാറും. വീടില്ല ഞാൻ. സങ്കി സ്പൈഡി അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ സങ്കി സ്പൈഡിയെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ഓക്കെ ബ്രോ, ഇപ്പൊ തന്നെ ഞാൻ അവനെ വകവരുത്താം. സങ്കി സ്പൈഡിയെ ഡിസ്ട്രോയ് ചെയ്യാം. സൺ സിറ്റി ഭരിക്കുന്ന കാര്യം അവൻ ടോട്ടലി മറന്നു പോകും. കീക്കോ, നമുക്കും അങ്ങ് പറന്നു പോയാലോ? വേണ്ട സൂപ്പർ സ്പീഡോ, ഈ സ്പൈഡർ വെബ്സ് ഒക്കെ ബിൽഡിംഗ് ഉള്ളത് വരെ മാത്രമേ ഉണ്ടാവൂ. ബിൽഡിംഗ്സ് ഇല്ലെങ്കിൽ സങ്കി സ്പൈഡിയുടെ കാറ് താഴെ ഇറങ്ങി വന്നേ പറ്റൂ.
എന്റെ പേര് സംഗി സ്പൈഡി എന്നാണ് കിക്കോ. എന്റെ കയ്യിൽ സ്പൈഡേഴ്സിന്റെ ഓരോ എലിമെന്റ്സും ഉണ്ട്. ഇപ്പൊ നോക്കിക്കോ, വീടില്ല ഞാൻ. ഇങ്ങനെ പോയാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും കീക്കോ? ഫോർമുല നമ്പർ 173 ആക്ടിവേറ്റ് ചെയ്യേ. അപ്ലൈയിങ് ഫോർമുല 173. ഇപ്പൊ ഞാൻ നിന്നെ ട്രാപ്പ് ചെയ്യാൻ പോവാണ്, നോക്കിക്കോ. സംഗി സ്പൈഡിയുടെ സംഗി വെബിനകത്ത് നീ കുടുങ്ങി പോകും. വീടില്ല ഞാൻ. സംഗി സ്പൈഡി തന്റെ സ്പൈഡർ വെബ് വെച്ച് നമ്മളെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. സംഗി സ്പൈഡി ടെൻഷൻ ആയാൽ എന്ത് ചെയ്യുന്നു നിനക്കറിയില്ലേ? ഇപ്പൊ കാണിച്ചു തരാ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നീ ഇപ്പൊ ഞെട്ടോ. ഇപ്പൊ നീ കാണാൻ പോകുന്നത് സംഗി സ്പൈഡിയുടെ അൾട്ടിമേറ്റ് സംഗി സ്പൈഡി അറ്റാക്ക്. വീടില്ല ഞാൻ. ആ സ്പൈഡേഴ്സ് ഒക്കെ നമ്മളെ നോക്കി വന്നോണ്ടിരിക്കുക. പക്ഷേ അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ തന്നെ ആവില്ല. കാരണം അവയൊക്കെ സൂപ്പർ സ്പീഡോയിനുള്ളിൽ എൻട്രി ആകുന്നത് ഇമ്പോസിബിൾ ആണ്. ഓ യെസ്, അതിന് കാരണം നിന്റെ ആന്റി ഫോഴ്സ് എൻട്രി സിസ്റ്റം ആണ്. ഈ സ്പൈഡേഴ്സ് എല്ലാം നമ്മളെ മൊത്തമായി കവർ ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുക. യെസ്, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഇതെന്ത് ശബ്ദമാ? ആ സ്പൈഡേഴ്സ് എക്സോസ് പൈപ്പിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു കീക്കോ. സംഗി സ്പൈഡി എന്നെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് കീക്കോ. കീക്കോ, ഈ സ്പൈഡറിനെ ഒന്നും തടഞ്ഞു നിർത്താനാവില്ലെന്നാ തോന്നുന്നത്. ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞിട്ടില്ലേ സൂപ്പർ സ്പീഡോ, ഈ ലോകത്ത് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല സംഗി സ്പൈഡിക്ക് നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കാരണം അവൻ റോങ്ങിന് റൈറ്റിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കറക്റ്റ് കീക്കോ. ഒരിക്കൽ കൂടി ഫോർമുല നമ്പർ 721 ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റിംഗ് ഫോർമുല 721. സംഗി സ്പൈഡിയുടെ സംഗി വെബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രയാസമുള്ള കാര്യം മാത്രമല്ല, ഇമ്പോസിബിൾ ആയ കാര്യമാണ്. വീടില്ല ഞാൻ. യെസ്, കണക്ഷൻ പോയിന്റ്സിൽ അറ്റാക്ക് ചെയ്താൽ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈസിയാണ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. ഇനി നിന്റെ സ്പൈഡർ കാസും ഉണ്ടാവില്ല, പിന്നെ നിന്റെ സംഗി സ്പൈഡി വെബ്സും ഉണ്ടാവില്ല.
നിനക്കൊരു കാര്യം അറിയില്ല. സംഗി സ്പൈഡി എത്ര അപകടം പിടിച്ചവനാണെന്ന് നിനക്കറിയില്ല. എന്റെ കയ്യിലുള്ള ദേ ഈ ഒരു സാധനം മാത്രം മതി, എല്ലാം നശിപ്പിക്കും ഞാൻ. പിന്നീട് സൺസിറ്റിയിലുള്ള ജനങ്ങൾ നിരന്തരമായിട്ട് എന്നേക്കുമായിട്ട് കൊച്ചുകുട്ടികളായി പോകും. അത് നീ കാണേണ്ടി വരും. വീടില്ല ഞാൻ. ആകാശത്തെയും ഭൂമിയെ ഒന്നാക്കാൻ ശ്രമിച്ചവൻ ഇതാ കിടക്കുന്നു ഫ്ലാറ്റ് ആയിട്ട്. സാർ, ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ അർത്ഥം, ഇനി സംഗി സ്പൈഡി ജയിലിലാണ് ഇരിക്കാൻ പോകുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് വർഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും.